അടിയന്തരാവസ്ഥയുടെ 51ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ അടിയന്തരാവസ്ഥ കറുത്ത അധ്യായത്തിന്റെ 51ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ്. സുരേഷ്, തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പാപ്പനംകോട് സജി തുടങ്ങിയ മുതിർന്ന നേതാക്കളും സെമിനാറിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആ കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ജനത ഇരുളടഞ്ഞ ഒരു ജീവിതമായിരുന്നു എന്നുള്ളത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ സർവ്വരംഗങ്ങളും നിരോധിക്കപ്പെടുകയും ജനാധിപത്യപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളെയും സ്വാതന്ത്ര്യം കിട്ടിയ ആ സ്വാതന്ത്ര്യത്തിന് തന്നെ അട്ടിമറിച്ച ആ രാത്രികൾ ഇന്ത്യൻ ജനതയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതിനെതിരെ ഏറ്റവും കൂടുതൽ ശക്തമായ പോരാടിയിട്ടുള്ളത് അന്നത്തെ ഭാരതീയ ജനസംഘവും രാഷ്ട്രീയ സ്വയംസേവക സംഘവുമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ ഈ ദിവസം അടിയന്തരാവസ്ഥ ഭരണഘടനാ വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ഈ പരിപാടി. ഇവിടെ ആ കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരത്ത് ഒട്ടനവധി ആൾക്കാർ അതിനുവേണ്ടി ഒട്ടനവധി വ്യക്തിത്വങ്ങൾ അതിനെതിരെ പോരാടിയിട്ടുണ്ട്, ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്, ഒളിൽ ജീവിതം നയിച്ചിട്ടുണ്ട്, ഒളിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരിൽ ഇപ്പോൾ 5 പേരാണ് തിരുവനന്തപുരം സിറ്റി ജില്ലയിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അവരിന്ന് ആദരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ ഇന്ന് കോൺഗ്രസിൻ്റെ ഓരോ രാഹുൽ ഗാന്ധി അടക്കം ഭരണഘടന ഉയർത്തിക്കാണിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞയും ഒക്കെ ചെയ്യുമ്പോൾ ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ്, ചരിത്രം അവർ ഓർമ്മിക്കുന്നില്ല എന്നാണ് ബി.ജെ.പിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുകൊണ്ട് ഇനി വരുന്ന ഇളം തലമുറ, നമ്മുടെ തലമുറകൾ ഈ സന്ദേശം കൈമാറിക്കൊണ്ട് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ആണ് നമ്മൾ ജനാധിപത്യത്തെ അട്ടിമറിച്ചിട്ടുള്ളത്, ഭരണഘടന ലംഘിച്ചിട്ടുള്ളത് എന്നുള്ള ആ ചരിത്രം നമ്മെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ആചരണത്തിന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനും നേമം നിയോജക മണ്ഡലത്തിന്റെ എം.എൽ.എയുമായിട്ടുള്ള രാജീവേട്ടനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. എൻ്റെ സുഹൃത്തും കൊളീഗായ കരമന ജയൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നില്ല, ആവർത്തിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇന്ന് അടിയന്തരാവസ്ഥേൻ്റെ ഒരു ആനിവേഴ്സറിയുമാണ്, ഭരണഘടന സംരക്ഷണ ദിനവുമാണ്. അങ്ങനെയാണ് നമ്മളെല്ലാവരും അത് ഈ ദിവസത്തിനെ കാണേണ്ടത്. ഏകദേശം ഒരു 50 കൊല്ലം മുമ്പ് 1950 കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിച്ച് ഡോക്ടർ ഭീംറാവുജി അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ, ജവഹർലാൽ നെഹ്റു എന്നിവർ തീരുമാനിച്ച ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ഭരണഘടന, അതിൽ എല്ലാവർക്കും, എല്ലാ ഭാരതീയനും ഒരുപോലെ അവകാശങ്ങൾ ഉള്ള ഒരു ഭരണഘടന, 1950 തീരുമാനിച്ച ഒരു ഭരണഘടനയെ നശിപ്പിക്കുന്ന ഒരു ദിവസമായിരുന്നു ഏകദേശം 50 കൊല്ലം മുമ്പേ ഒരു കോൺഗ്രസ് സർക്കാർ ഈ ദിവസം ചെയ്തത്. അതിൻ്റെ കാരണം എന്തായിരുന്നു? അത് രാജ്യത്തിന് വേണ്ടിയിട്ടായിരുന്നോ? നാടിനെ സംരക്ഷിക്കാനായിരുന്നോ? അതൊന്നും ആയിരുന്നില്ല. എമർജൻസിൻ്റെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ കുടുംബത്തിനെ സംരക്ഷിക്കാൻ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി തീരുമാനിച്ച അവകാശങ്ങൾ എടുത്ത ദിവസമായിരുന്നു ഈ എമർജൻസി, എടുത്ത കാലമായിരുന്നു ഈ എമർജൻസി. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ, ഇതൊരു ചരിത്രത്തിൽ നടന്ന ഒരു സംഭവം മാത്രമായിട്ട് കാണരുത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഒരു പ്രോവർബ് ഉണ്ട്, those who do not learn from history are condemned to repeat the mistakes made by history. നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ അതേ മിസ്റ്റേക്ക് നമ്മൾ ഇനിയും ചെയ്യും. അപ്പോൾ ഇന്ന് ആ ചരിത്രത്തിൽ പഠിക്കേണ്ടത് എന്താണ്? ഈ ഭരണഘടന
അതിൽ ജനങ്ങൾക്ക് കിട്ടിയ അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഏത് നേതാവാണോ ഏത് കുടുംബമാണോ അവർക്ക് അത് എടുക്കാൻ കഴിയില്ല, അനുവാദമില്ല എന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത്. അത് ഇന്ന് അതിനെ സംരക്ഷിക്കാനാണ് നമ്മൾ ഈ ദിവസം, ഈ ദിനം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാൻ. അപ്പോൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇതിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടോ? ഇത് എന്നോട് ചെറുപ്പക്കാരെല്ലാം ചോദിക്കുന്നു, യൂത്ത് ചോദിക്കുന്നു, ഇത് 75 നടന്ന കാര്യമല്ലേ, ഇതിൽ ഞങ്ങളെങ്ങനെയാണ് ബാധിക്കുന്നത്? ബാധിക്കുന്നുണ്ട്. ഇന്നും ഭരണഘടന എന്ന് പറഞ്ഞ നമ്മുടെ ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ ചാലഞ്ച് ചെയ്യുന്നതും ദുർബലമാക്കാനും പൊളിക്കാനും നശിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ കുറേ ഇൻട്രസ്റ്റ് ഉണ്ട്, ഫോഴ്സസ് ഉണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്തിൽ നടക്കുന്ന രാഷ്ട്രീയം ഒന്ന് പരിശോധിക്കൂ. ആരാണ് ഇന്ന് മെയിൻ സ്ട്രീം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിരിക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി പോലെ ഒരു സംഘടന, ഒരു സ്ഥാപനം ഇന്ത്യൻ്റെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് എന്നിട്ടും അവർ പൊളിറ്റിക്കൽ പവറിൽ വരുന്നു. ഇതൊരു അപകടമാണെന്ന് ഞാൻ എത്രയോ മാസമായിട്ട് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും തീരുമാനിക്കേണ്ടത്, ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും തീരുമാനിക്കേണ്ടത്, ഈ ഭരണഘടന, ഈ ഇന്ത്യ, ഈ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, ഈ ജനാധിപത്യം, ഇത് സംരക്ഷിക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, BJP മാത്രമല്ല, NDA മാത്രമല്ല, നരേന്ദ്രമോദിജി മാത്രമല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് തീരുമാനിക്കണം. ഈ ഭരണഘടനയോ ഈ ഇന്ത്യയോ ഈ ഭാരതത്തിനെ ദുർബലമാക്കാനും ഞങ്ങളുടെ ജനാധിപത്യത്തിനെ കോംപ്രമൈസ് ചെയ്യാൻ ആരും നമ്മൾ സമ്മതിക്കില്ല. ഇന്ന് എടുക്കേണ്ട പ്രതിജ്ഞ അതാണ്. ഞാനിപ്പോൾ രാഷ്ട്രീയം പറയാനല്ല ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്നും ഏകദേശം 50 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങൾ ഇന്നും നമ്മുടെ ജീവിതവും നമ്മളെ ജനാധിപത്യവും നമ്മളെ രാഷ്ട്രീയത്തിൽ അതിനൊരു പ്രാധാന്യമുണ്ട്. ഭരണഘടനയ്ക്കെതിരെ ഇന്ദിരാഗാന്ധിൻ്റെ സമയത്ത് അവരൊരു ബ്രൂട്ട് ഫോഴ്സ് വഴിയായിരുന്നു ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ നമ്മൾ നശിപ്പിക്കുക, ആർട്ടിക്കിൾ 19 വേണ്ടാണ്ടാക്കുക. പക്ഷെ ഇന്ന് ഒരു സർക്കാർ, ഇത് രാഷ്ട്രീയമല്ലേ, ഇത് ഫാക്റ്റായിട്ട് പറയാം ഞാൻ, ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലൈഫാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആ വഖഫിന് പിന്തുണ കൊടുത്ത് ആ റൈറ്റ് ടു പ്രോപ്പർട്ടി ബാധിക്കുന്നത് ആരാണ്? മനസ്സിലാക്കണം. നമ്മളെ യുവാക്കളുടെ പേര് തൂഫാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സർക്കാർ എന്തുകൊണ്ട് മാധ്യമങ്ങളുടെ ഡ്യൂട്ടി കുറയ്ക്കുന്നു? അവർക്കില്ലേ ജീവിക്കാൻ ഒരു അവകാശം? റൈറ്റ് ടു ലൈഫ് അവർക്കില്ലേ? കുട്ടികളുടെ ജീവിതത്തിൽ തൂഫാൻ കൊണ്ടുവരാനാണോ ചെയ്യേണ്ടത്? അപ്പോൾ ഇന്നും ഭരണഘടന, ജനാധിപത്യം, ഇതിനെ സംരക്ഷിക്കാൻ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, അധ്വാനിക്കാനുണ്ട്. സംരക്ഷിക്കാൻ ഒരു ദിവസം, കൊല്ലത്തിലൊരു ദിവസം മാത്രം ഇരുന്ന് ഇന്ദിരാഗാന്ധി ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർമ്മിച്ചിട്ട് കാര്യം മാത്രമില്ല. അത് ഓർമ്മ വെച്ച് നമ്മൾ ഇന്നും നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്ഥാനത്തിനെയും നമ്മുടെ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും സംരക്ഷിക്കണം എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഒരു അഭിപ്രായം എന്ന് ആവട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി.